ഹായ് ഫ്രണ്ട്സ്, CFA എഴുതാൻ പോകുന്നവരാണോ നിങ്ങൾ? CFA രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഫീസ് കണ്ട് വളരെ അധികമാണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. CFA നിങ്ങൾക്ക് ഫീസ് കുറച്ച് തരുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ആണ് ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ CFAയിലെ ആ സ്കോളർഷിപ്പ് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കാം, എന്താണ് ആ ആപ്ലിക്കേഷന്റെ പ്രോസസ്സ്, അതിൽ എന്തെല്ലാമാണ് നിങ്ങൾ എഴുതേണ്ടത്, എന്തെല്ലാം എഴുതിക്കൂടാ, ആരെല്ലാമാണ് ഇതിന് എലിജിബിൾ തുടങ്ങി മറ്റധികം കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് നേടാം എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്താണ് ആ CFAയുടെ സ്കോളർഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. CFA മൊത്തത്തിൽ 3 കൈൻഡ് ഓഫ് സ്കോളർഷിപ്പ് തരുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CFAയുടെ ആക്സസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്പെസിഫിക്കലി ഈ പറയുന്ന ജനറൽ സ്റ്റുഡൻസിനുള്ള വേണ്ടിയിട്ടുള്ളതാണ്. മറ്റത് രണ്ടെണ്ണം, ഒന്ന് പ്രൊഫസേഴ്സിനും വേറൊന്ന് CFA അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ കുറച്ച് CFA അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടുത്തെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് രണ്ടും നമുക്ക് ഇപ്പം തൽക്കാലം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് CFA ആക്സസ് സ്കോളർഷിപ്പിനെ പറ്റി മനസ്സിലാവും. കാരണം എന്നെയും നിങ്ങളെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും പോലെ തന്നെ നമ്മളെല്ലാം എലിജിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് തരുന്ന ഒരു സ്കോളർഷിപ്പ് ആണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം അല്ലേ? ആ ഡോക്യുമെന്റ്, ഈ ഡോക്യുമെന്റ്, നമ്മുടെ സാലറി സ്ലിപ്പ്, നമ്മുടെ പാരന്റ്സിന്റെ സാലറി സ്ലിപ്പ് എന്ന് തുടങ്ങി ഇഷ്ടം പോലെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കാൻ തന്നെ അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി തന്നെ നമുക്ക് നല്ലൊരു സമയം നഷ്ടപ്പെടും. അതിനുവേണ്ടി നമ്മൾ പൈസ ചിലവാക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ CFAയുടെ ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ₹1 പോലും നിങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമില്ല. ഒരു ഡോക്യുമെന്റ്സും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അത് CFA അതേപോലെ വിശ്വസിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് അധികം ഡീറ്റെയിൽസ് ഒന്നും അവിടെ ചോദിക്കുന്നില്ല. വെറും നിങ്ങൾക്ക് ഒരു എല്ലാം പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ ലെസ് ദാൻ 20 മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നും വെളിയിൽ വരാൻ പറ്റും. അതായത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്, ഒരു ഡോക്യുമെന്റും ഇല്ല. സോ മൈ പോയിന്റ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ എക്സാമിന്റെ ഫീസ് റെഡ്യൂസ് ആയി കിട്ടാനുള്ള ഒരു അവസരമാണിത്. പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള ഒരു സജഷൻ എന്ന് വെച്ചാൽ ട്രൂലി എക്സാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഇതിൽ അപ്ലൈ ചെയ്ത് മറ്റുള്ളവരുടെ അവസരം കളയരുത് എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം. പക്ഷേ ഈ ആക്സസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ജനറലി അവര് എക്സാം ഫീസ് അഫോർഡ് ചെയ്യാനേ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അവസരമാണ്. സോ എന്താണ് അല്ലെങ്കിൽ ഈ CFAയുടെ സ്കോളർഷിപ്പ് നമുക്കറിയാം. ഒരു വർഷം ഇപ്പോൾ ലെവൽ 1 എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 4 തവണയാണ് CFAയുടെ ലെവൽ 1 എക്സാം നടക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ ഒരു വർഷം 4 സ്കോളർഷിപ്പ് ഓഫേഴ്സും 4 സ്കോളർഷിപ്പിന്റെ ആപ്ലിക്കേഷനും അവർ ഓൺ ആക്കി ഇടും ഈ CFA ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ എല്ലാം ഒറ്റയടിക്ക് അവർ ഓൺ ആക്കി ഇടത്തില്ല. അവർ ഓരോ തവണയും ആ ഓരോ ലെവൽ, ഇപ്പം സപ്പോസ് ഫെബ്രുവരി 2027 ആപ്ലിക്കേഷൻ ചിലപ്പോൾ അവർ മെയ്യിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. മെയ് 2026 ഓപ്പൺ ചെയ്യുന്നത്. അതായത് നിയർലി നിങ്ങൾ നോക്കിയാൽ അറിയാം 9 മന്ത്സിന് അപ്പുറത്ത് കിടക്കുന്ന ഈ പറയുന്ന എക്സാമിന്റെ വിൻഡോയിന് വേണ്ടിയിട്ട് അവർ 9 മന്ത്സ് ഇപ്പുറമുള്ള ഒരു സ്കോളർഷിപ്പാണ് അവർ ഓഫർ ചെയ്യുന്നത്. സോ ആ സമയം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ സമയം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം, എന്തെല്ലാമാണ് അത് എലിജിബിൾ കാൻഡിഡേറ്റ്സ്, ഇൻഎലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ട്. അത് പോയി നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. ഇനി ഈ ഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കറിയാം ഒരു ലെവലിൽ നിയർലി $1,500 ആണ് സ്റ്റാൻഡേർഡ് റേറ്റിൽ ഒരു ലെവലിന്റെ ഫീസ് എന്ന് പറയുന്നത്. CFA ആക്സസ് സ്കോളർഷിപ്പ് കിട്ടിയാൽ ആ ഫീസ് കുറഞ്ഞ് $400 ആക്കി തരികയാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് 3 ലെവലിലും ഈ CFA ആക്സസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ 400 × 3 $1,200 മാത്രമാണ് ആവുന്നത്. പക്ഷേ
വിത്തൗട്ട് സ്കോളർഷിപ്പ് ഒരു ലെവലിലെ ഫീസ് തന്നെ $1,500 ആണ്. സോ നിങ്ങൾ ആ ഒരു എമൗണ്ടിന്റെ ആ ഒരു ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ലെവലിലെ ഫീസിനേക്കാൾ കുറവാണ് ഞാൻ 3 ലെവലിലും വിത്ത് സ്കോളർഷിപ്പ് ഞാൻ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ സ്കോളർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ആരെല്ലാമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ആരെല്ലാമാണ് ഇൻഎലിജിബിൾ? ഞാൻ പിന്നെയും പറയുന്നു, CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആരെല്ലാം എലിജിബിൾ, ഇൻഎലിജിബിൾ. അത് പറഞ്ഞ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഇൻഎലിജിബിൾ കാൻഡിഡേറ്റ്സ് ആരെല്ലാമാണെന്ന് 2-3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഫേം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് തരുന്നുണ്ട് ഈ CFA എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ ഈ എക്സാമിന് ഈ സ്കോളർഷിപ്പിന് ഇൻഎലിജിബിൾ ആണ്. 2, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്കോളർഷിപ്പ് കിട്ടി, പിന്നെയും നിങ്ങൾക്ക് കുറച്ചും കൂടെ എമൗണ്ട് കുറയ്ക്കണമെന്നും പറഞ്ഞ് പിന്നെയും സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരും ഇൻഎലിജിബിൾ ആണ്. മൂന്നാമത്തെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി എക്സാമിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് അവസരത്തിനെ പറ്റി കേൾക്കുന്നത്. എന്നാൽ പിന്നെ അപ്ലൈ ചെയ്ത് കളയാം എന്നും പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്താ CFA ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എടാ ഒരു തവണ നീ അപ്ലൈ ചെയ്തു, അപ്പൊ അതിന് നിനക്ക് പൈസയുണ്ട്, അത് കഴിഞ്ഞിട്ട് നീ പിന്നെയും വന്ന് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. ഫൈനാൻഷ്യലി ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഈ ഫീസ് കൊടുക്കുന്നത്. നീ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നീ എന്തിനാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് അവിടെ പോകുന്നത്. ഇതും കൂടാതെ വേറെയും കുറച്ച് ക്രൈറ്റീരിയ അവർ തന്നിട്ടുണ്ട്, ആരെല്ലാമാണ് എലിജിബിൾ, ആരെല്ലാമാണ് ഇൻഎലിജിബിൾ എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ പോയി അത് വായിച്ചു നോക്കുക. നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പ്രൊഫസേഴ്സിനോടും ഇതിനോടുള്ള CFA ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുമായിട്ട് എല്ലാം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ലെവൽ 1 നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി, ആക്സസ് സ്കോളർഷിപ്പ് കിട്ടി, ആ ലെവൽ 1 എക്സാമിന് നിങ്ങൾ ടോപ്പ് പെർസെൻറ്റേജിൽ നിങ്ങൾ മാർക്ക് മേടിച്ചെന്ന് വിചാരിക്കുക, ഹയസ്റ്റ് മാർക്ക് നിങ്ങൾ മേടിച്ചു, അതായത് 1900-ൽ 1800 1850+ മാർക്ക് മേടിച്ചു, അതായത് ടോപ്പ് ഓഫ് ദ മാർക്ക് നിങ്ങൾ മേടിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലുകളിൽ, അതായത് ലെവൽ 2-ലും ലെവൽ 3-ലും സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് എങ്ങും എഴുതി വെച്ചിട്ടില്ല, ആരും ഗ്യാരണ്ടിയും തരുന്നില്ല. ജസ്റ്റ് ഫ്രം ഒബ്സർവേഷൻ നമ്മൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് അവർ ലെവൽ 1-ൽ സ്കോളർഷിപ്പ് കൊടുത്ത ഒരു കുട്ടി വെറുതെ ആ അവസരം പാഴാക്കി അവൻ കുറഞ്ഞ മാർക്ക് മേടിക്കുന്നില്ല, പകരം അവര് എലിജിബിൾ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് തന്നെയാണ് കൊടുത്തത്. അതായത് എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെയാണ് കൊടുത്തത് എന്നുള്ള ഒരു പ്രൂഫ് ആണ് ഈ പറയുന്ന ഹൈ മാർക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളും അത് മനസ്സിൽ വെച്ചിരിക്കുക. ഞാൻ പിന്നെയും പറയുന്നു, ഇത് എങ്ങും ഗ്യാരണ്ടീഡ് അല്ല, നമ്മൾക്ക് ഒബ്സർവേഷനിൽ നിന്നും മനസ്സിലാവുന്നത് അങ്ങനെയാണ്. നല്ല മാർക്കും മേടിച്ച് സ്കോളർഷിപ്പ് കിട്ടിയാൽ അടുത്തടുത്ത ലെവലുകളിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഈ വീഡിയോയുടെ കോർ കണ്ടന്റിലേക്ക് വരാം. ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ആപ്ലിക്കേഷനിൽ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷന്റെ മെയിൻ എസ്സേ എന്ന് പറയുന്ന കണ്ടന്റ് എങ്ങനെ ഫില്ല് ചെയ്യണം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അധികം ഡീറ്റെയിൽസ് ഒന്നും അവർ ചോദിക്കില്ല. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, ജോലിയുണ്ടോ ജോലി ഇല്ലയോ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്, നിങ്ങളുടെ ടോട്ടൽ ഫാമിലിയുടെ ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചോദിക്കും. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി കം ടു ദ ഹാർട്ട് ഓഫ് ദി ആപ്ലിക്കേഷൻ, വിച്ച് ഈസ് എ 300 വേർഡ്, ഐ റിപ്പീറ്റ് 300 വേർഡ് ലിമിറ്റഡ് എസ്സേ. ഒരു ബോക്സ് തന്നിരിക്കും, ആ ബോക്സിനകത്ത് 300 വേർഡ്സിൽ അവര് വൈ ഷുഡ് CFA പ്രൊവൈഡ് യു സ്കോളർഷിപ്പ് എന്നുള്ളൊരു കോളം അല്ലെങ്കിൽ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. ആ ടേബിളിനെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടണോ വേണ്ടയോ എന്ന് അവർ പറയുന്നത്. വേറെ ഒരു ക്രൈറ്റീരിയനും ഇല്ല, വേറെ ഒരു ഡോക്യുമെന്റും അവർ ഫില്ല് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ടേബിൾ മര്യാദയ്ക്ക് ഫില്ല് ചെയ്താൽ മതി. Most important point while filling this box, do not use any kind of LLM or AI answers. Number one blunder you are going to make is if you copy paste an AI answer. ഒരിക്കലും AI ആൻസർ വെച്ച് ഇത് ഫില്ല് ചെയ്യരുത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലായി പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പ് എഴുതാൻ വരുന്നത് എന്നും വെച്ച് നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മുഴുവൻ ആ ബോക്സിനകത്ത് എഴുതി വെക്കരുത്. എൻ്റെ അച്ഛൻ ഇതാണ്, എൻ്റെ അമ്മ ഇതാണ്, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് 5-6 പെങ്ങന്മാരുണ്ട് എന്നും പറഞ്ഞുള്ള സെൻഡി കഥകളൊന്നും അതിനകത്ത് എഴുതി വെക്കരുത് പ്ലീസ്. ഇതും രണ്ടാമത്തെ ബ്ലണ്ടറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് പിന്നെ അതിനകത്ത് എഴുതേണ്ടത് എന്നുള്ളതാണ്. വളരെ ക്രിസ്പായിട്ട് കൺസൈസ് ആയിട്ട് ടു ദ പോയിന്റ്, ഇംഗ്ലീഷിൽ പറയും ഡു നോട്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്.
അതായത് ടു ദ പോയിന്റ്, നിങ്ങൾ എന്താണ് ഓണസ്റ്റ് ആയിട്ട് എന്തിന് നിങ്ങൾക്ക് അവർ തരണം സ്കോളർഷിപ്പ് എന്നുള്ളത്. അതായത് അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാനെല്ലാം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന റീസൺ എന്ന് വെച്ചാൽ, ഓക്കെ നമുക്ക് മനസ്സിലായി നിനക്ക് പൈസ ഇല്ല എന്നുള്ളത്, എന്നും വെച്ച് പൈസ ഇല്ലാന്ന് കരുതി നീ നിന്റെ CFA സ്കോളർഷിപ്പ്, CFA ഡ്രീം അല്ലെങ്കിൽ ഫൈനാൻസ് കരിയറിലുള്ള ഡ്രീം നീ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ജോലിക്ക് നീ പോകാൻ പോവുകയാണോ? അതല്ല, നിങ്ങൾ ഈ സ്കോളർഷിപ്പ് തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ഫൈനാൻസ് ഡ്രീം എന്ന് പറയുന്ന ഡ്രീം അല്ലെങ്കിൽ ഗോൾ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ മറ്റു മാർഗങ്ങളിലൂടെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നടുത്ത് ജോലിക്ക് കയറി, ഇന്നടുത്ത് ഇന്റേൺഷിപ്പിന് കയറി, അതായത് ഞാൻ എൻ്റെ ഫൈനാൻസിലുള്ള ഡ്രീംസ്, എൻ്റെ ഗോൾസ് ഞാൻ ഒരിക്കലും വിടുന്നില്ല. നിങ്ങൾ സ്കോളർഷിപ്പ് തന്നാൽ എനിക്ക് ആ ഡ്രീംസിന് ഒരു പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ഫൈനാൻഷ്യൽ കോഴ്സസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ, അങ്ങനെയുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ഹൗ ഡു യു കോൺട്രിബ്യൂട്ട് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു പോയിന്റാണ്. ബേസിക്കലി ഇത്രയുമാണ് ആ എസ്സേയിലുള്ളത്. അതായത് നിങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കരിയർ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എന്തെല്ലാമാണ് ചെയ്യുന്നത്. പൈസ ഇല്ലെങ്കിലും നിങ്ങൾ ആ ഡ്രീം ഉപേക്ഷിക്കാതെ വേറെ എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 300 വേർഡ്സിലാണ് ഇത് എഴുതേണ്ടത്. വളരെ ഓണസ്റ്റ് ആയിട്ട് എഴുതുക. എല്ലാം ആൻസേഴ്സ്, AI ആൻസേഴ്സ് എഴുതരുത്. പിന്നെ ഒരിക്കലും ദാരിദ്ര്യം വാരി വിളമ്പി എഴുതി വെക്കരുത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഹാർട്ട് ഓഫ് നമ്മുടെ എസ്സേ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നും ആ ആപ്ലിക്കേഷന്റെ കോർ ആയിട്ടുള്ള എസ്സേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കുവാണെങ്കിൽ, എനിക്ക് ഫസ്റ്റ് ചാൻസിലൊന്നും ഈ സ്കോളർഷിപ്പ് കിട്ടിയ ആളല്ല കേട്ടോ. ഞാൻ എൻ്റെ 4ാമത്തെയോ 5ാമത്തെയോ ചാൻസിൽ എന്തോ ആണ് എനിക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിയത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ, ഞാൻ ഓരോ തവണ എസ്സേ സബ്മിറ്റ് ചെയ്യും. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ എസ്സേ ഒന്നും കൂടെ അനലൈസ് ചെയ്ത് എവിടെല്ലാം ചേഞ്ചസ് വരുത്താം എന്ന് മനസ്സിലാക്കി അതൊരു റീഐട്രേഷൻ ആയിരുന്നു. ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ഞാൻ പിന്നെയും അപ്ലൈ ചെയ്യുന്നു, എൻ്റെ മിസ്റ്റേക്സ് ഞാൻ തന്നെ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെയും സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. സോ അത് നിങ്ങളുടെ മുന്നിലേക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് CFA എഴുതിയെടുക്കണം എന്നുള്ളവരാണെങ്കിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെന്നില്ല. അതായത് ഞാൻ പേഷ്യൻ്റ്ലി, ഞാൻ വളരെ സമാധാനമായിട്ട് എൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് പിന്നെയും അപ്ലൈ ചെയ്ത ആളാണ്. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, ഇത് കിട്ടിയില്ലെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒബ്വിയസ്ലി വേറെ മാർഗം വഴി ഇത് പോകേണ്ടി വരും. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, $400 ആക്കി അവർ ഈ എക്സാം കുറച്ച് തരുവാണ്. സോ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലക്ക് ഇതിൽ വളരെ ഒരു വലിയ ഫാക്ടറാണ്. അതായത് എന്താ പറയുക, കാരണം ഇവർ വേറെ ഒന്നുമില്ല, വേറെ ഒരു റിക്വയർമെൻറ്റും ഇല്ല. സോ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഏതാണെന്ന് വെച്ചാൽ ലക്ക് ഇതിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് എന്താ പറയുക, ബാക്കിയെല്ലാം ലക്കിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എഴുതിയ ആൻസർ പിന്നെയും വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് കാര്യം, എത്രയും പെട്ടെന്ന് ഒരു സ്കോളർഷിപ്പിന്റെ ലിങ്ക് ഓപ്പൺ ആയാൽ അത് ഫസ്റ്റ് ബേസിസിൽ പോയി അപ്ലൈ ചെയ്യണം. അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം ആദ്യം അപ്ലൈ ചെയ്യുന്നവരെ ഇവർ ആദ്യം റിവ്യൂ ചെയ്ത് തുടങ്ങും. സോ ഒരിക്കലും ലാഗ് അടുപ്പിക്കരുത്. ആദ്യമേ തന്നെ നിങ്ങൾ പോയി ഇത് അപ്ലൈ ചെയ്യണം. പിന്നീട് അവസാന നിമിഷത്തിലേക്ക് ഇത് മാറ്റി വെക്കരുത്. എഴുതിയ എസ്സേ നിങ്ങൾ പിന്നെയും റിവ്യൂ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ CFA ആക്സസ് സ്കോളർഷിപ്പ് എഴുതാൻ പോകുന്ന എല്ലാവരും നമ്മുടെ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ആദ്യം പോയി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക, ഇതിൻ്റെ ഡേറ്റ്സിനെ പറ്റി മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.